വണ്ടർ ഫാക്ട്സ്. ഇന്ന് നാം ഉണ്ടുറങ്ങുന്നതും സ്വപ്നം കാണുന്നതും ഭാവിക്കായി പടുത്തുയർത്തുന്നതെല്ലാം ഒരു ജലബോംബിന് കീഴിലാണ്. അതെ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ തന്നെയാണ്. എന്നാൽ ശരിക്കും ഒരു ഡാം തകർന്നാൽ എന്താണ് ഉണ്ടാകുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യന് ഉപയോഗിക്കാവുന്ന തരത്തിൽ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം തടഞ്ഞു നിർത്തി പണിയുന്ന കൂറ്റൻ നിർമ്മിതിയാണ് ഡാമുകൾ അഥവാ അണക്കെട്ടുകൾ. മനുഷ്യനിർമ്മിതമായ ഇവ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. എന്നാൽ അതെങ്ങാനും തകർന്നാലോ? ഒരു വലിയ ജലബോംബായി മാറും. ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ പ്രധാന അണക്കെട്ട് ദുരന്തങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു വണ്ടർ ഫാക്ട്സ് വേൾഡ് മലയാളം. നമ്പർ 1, ചൈന. അനവധി ഡാം ദുരന്തങ്ങൾക്കും വെള്ളപ്പൊക്കങ്ങൾക്കും കുപ്രസിദ്ധിയാർന്ന രാജ്യമാണ് ചൈന. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന ഗുവാനുവോ എന്ന നദിയിലുണ്ടാകുന്ന വെള്ളപ്പൊക്കം കാരണം പതിനായിരങ്ങളാണ് ഓരോ വർഷവും വീടും സ്ഥലവും നഷ്ടപ്പെട്ട് കുടിയിറക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഈ നദിയിലെ വെള്ളം കുറയ്ക്കാനും വൈദ്യുത ഉൽപ്പാദനത്തിനുമായി ചൈനീസ് ഗവൺമെൻറ് ഡാം നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കുന്നത്. അതിൽ പ്രധാനമായിരുന്നു ബെൻജിയാവോ ഡാം പ്രൊജക്ട്. 3 ഡാമുകൾ ചേർന്ന ഒരു പദ്ധതിയായിരുന്നു അത്. എന്നാൽ ഇത് ചരിത്രത്തിലെ ഏറ്റവും ദുരന്തമായിരുന്നു ഈ ഡാം നിർമ്മാണത്തിലൂടെ ചൈന നേരിട്ടത്. 1975 ഓഗസ്റ്റ് മാസത്തിൽ മീന എന്ന കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ 3 ദിവസത്തെ ശക്തമായ മഴയിൽ ചൈനയിലെ പ്രധാന നദികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. തുടർന്നുണ്ടായ ശക്തമായ നീരൊഴുക്ക് കാരണം ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ഷിമാന്തർ ഡാം നിറഞ്ഞു കവിഞ്ഞു. ബാങ്ജിയാവോ ഡാമിൻ്റെ റിസർവിയർ ഡാമായിരുന്നു ഇത്. ഡാം നിറഞ്ഞെങ്കിലും ശക്തമായ മഴയിൽ കരകവിഞ്ഞൊഴുകുന്ന നദിയിലേക്ക് ജലം തുറന്നു വിടുവാൻ അധികാരികൾ സമ്മതിച്ചില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം ദുരന്തം മുന്നിൽ കണ്ട് ഷട്ടറുകൾ തുറക്കാൻ നോക്കിയെങ്കിലും ചളി അടിഞ്ഞുകൂടിയതിനാൽ ആ ശ്രമം പരാജയപ്പെട്ടു. അപ്പോഴേക്കും ഡാം നിറഞ്ഞു കവിഞ്ഞ് തകരാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ ഡാമിന്റെ ഒരു ഭാഗം പൊട്ടി ശക്തമായ ജലം പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. ഡാം പൊട്ടി ഒഴുകിയെത്തിയ വെള്ളത്തിന്റെയും മഴയുടെയും ശക്തിയാൽ തൊട്ടടുത്ത 64 ഡാമുകളാണ് തകർന്നത്. ഇങ്ങനെ ഡാമുകൾ ഒന്നിനു പുറകെ ഒന്നായി നിലംപൊത്തുന്നത് കണ്ട് പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിന്റെ ദിശ തിരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതൊന്നും ഫലം കണ്ടില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാദുരന്തത്തിന്റെ തുടക്കമായിരുന്നു അത്. ഏകദേശം 7 മീറ്റർ ഉയരത്തിലും 10 കിലോമീറ്റർ വീതിയിലും ഇരച്ചു വന്ന വെള്ളം ഏകദേശം 55 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ ഒന്നാകെ നശിപ്പിച്ചു. 59 ലക്ഷത്തോളം കെട്ടിടങ്ങൾ തകർന്നു. 11 മില്യൺ ആളുകളുടെ പാർപ്പിടങ്ങൾ നഷ്ടമായി. ഏകദേശം 2 ലക്ഷം വരെ ആളുകൾ മരണപ്പെട്ടു. പക്ഷേ എന്നിട്ട് പോലും ഈ ദുരന്തത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നത് 15 വർഷത്തിന് ശേഷം 1990കളിലായിരുന്നു. നമ്പർ 2, ലാവോസ്. തായ്ലാൻഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമായ ലാവോസ് ഒരുപാട് രഹസ്യങ്ങൾ ചേർന്ന ഒരിടമാണ്. കൃഷിയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. ദാരിദ്ര്യത്തിൽ നിന്നും ആ നാടിനെ ഉയർത്തിക്കൊണ്ടുവരുവാനായി 2017 ആ രാജ്യത്തുള്ള എല്ലാ നദികളിലും ഡാമുകൾ പണിയാൻ ലാവോസ് ഗവൺമെന്റ് തീരുമാനിച്ചു. 100 അണക്കെട്ടുകളുള്ള പദ്ധതിയായിരുന്നു അത്. ഇങ്ങനെയുണ്ടാക്കുന്ന 15,500 മെഗാവാട്ട് പവറിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ വിതരണം ചെയ്ത് പണമുണ്ടാക്കാം എന്നായിരുന്നു അവർ ചിന്തിച്ചത്. ഇതിനായി 10 വർഷത്തിനുള്ളിൽ 51 ഡാമുകൾ നിർമ്മിക്കുകയും 46 എണ്ണം നിർമ്മാണം തുടരുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ ആശയം നല്ലതായിരുന്നു എങ്കിലും പ്ലാനിങ്ങിൽ ചില അപാകതകൾ സംഭവിച്ചു. പെട്ടെന്നുള്ള തീരുമാനത്തിൽ എടുത്തുചാടിയ ഈ കുഞ്ഞൻ രാജ്യത്തിന് ഡാമുകൾ നിർമ്മിക്കുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവർ വിട്ടുപോയി. 2017 സെപ്റ്റംബറിനായിരുന്നു അത് സംഭവിച്ചത്. അതിശക്തമായ മഴയെ തുടർന്ന് നിർമ്മാണത്തിലുണ്ടായിരുന്ന മാം ആവോ എന്ന ഡാം പൊട്ടിത്തകരുകയായിരുന്നു. ഇതേ തുടർന്നുണ്ടായ അതിശക്തമായ ജലപ്രവാഹം 4 ഗ്രാമങ്ങളെ മൊത്തമായി വിഴുങ്ങി. 18 മില്യൺ ക്യൂബിക് അടി വെള്ളമാണ് അന്ന് ഒഴുകിയെത്തിയത്. അത് എത്ര ഭയാനകമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. 10,000-കണക്കിന് വീടുകളാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ ഡാമിലെ വിള്ളൽ കണ്ടെത്തിയപ്പോൾ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ മരണം 30 കുറഞ്ഞു. ഡാം നിർമ്മാണ ചുമതലയേറ്റ കൊറിയൻ കമ്പനി ലാഭം കൊയ്യാനായി കോൺക്രീറ്റ് ഉപയോഗിക്കുന്നതിന് പകരം മണ്ണ് ഉപയോഗിച്ചാണ് ഡാം നിർമ്മിച്ചത്. ഇതോടുകൂടി ലാവോസിലെ ഹൈഡ്രോ പവർ അഴിമതി ലോകം മുഴുവൻ കുപ്രസിദ്ധി പ്രാപിച്ചു. നമ്പർ 3, ബ്രസീൽ. ഡാമുകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ അത്ര നല്ല ചരിത്രമല്ല ബ്രസീലിനുള്ളത്. അനധികൃതമായി ആ രാജ്യത്ത് അനവധി മൈനിങ് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. ഈ മൈനിങ്ങിൻ്റെ ബാക്കി ഫലമായി മൺതിട്ടകൾ കൊണ്ട് വെള്ളം കെട്ടി നിർത്തുന്ന ടൈലിംഗ് എന്ന ഡാമുകളാണ് അവിടെ 700-ൽ കൂടുതലുള്ളത്. 2015 നവംബറിൽ മൗറിയാന സിറ്റിയുടെ അടുത്തുള്ള ഫൗണ്ടൗൺ ടൈലിംഗ് ഡാം ലീക്കാവാൻ തുടങ്ങി. ഇങ്ങനെ വെള്ളം ലീക്കാവുന്നത് ഒരിക്കലും നല്ല ലക്ഷണമല്ലല്ലോ. കാരണം 1 മണിക്കൂറിനുള്ളിൽ അതിഗംഭീരമായ രീതിയിലാണ് ആ ഡാമിൻ്റെ ഭിത്തികൾ തകർന്നത്. സുനാമി പോലെ 1.5 മില്യൺ ക്യൂബിക്കടി വെള്ളവും ചളിയുമാണ് താഴേക്ക് ഒഴുകിപ്പോയത്. ശക്തമായി ഒഴുകുന്ന ജലത്തിന് മുന്നിൽ നിരവധി ജീവനോളം നഷ്ടമായി. അതിൻ്റെ തൊട്ടടുത്ത നഗരമായ മെൻഡോറോഡിക്കാസ എന്ന നഗരം നിമിഷം നേരം കൊണ്ടാണ് വാഷ് ഔട്ടായി പോയത്. ഇങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നാശനഷ്ടം
നാശനഷ്ടമുണ്ടാക്കിയ ഈ ദുരന്തത്തിന് കാരണം അവിടെയുണ്ടായിരുന്ന വാലി, BHP, ബിൽട്ടൺ എന്ന 2 മൈനിങ് കമ്പനികളുടെ അനധികൃതമായ മൈനിങ് മൂലമാണെന്ന് കണ്ടെത്തി. എന്നാൽ ബ്രസീലിന്റെ ഡാം തകർച്ച അവിടെ തീരുന്നില്ല. 4 വർഷത്തിനു ശേഷം 2019 ബ്രൂമഡിനോ ഡാം പൊട്ടിത്തെറിച്ച് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു. 282 അടി ഉയരമുള്ള 42 വർഷം പഴക്കമുള്ള ഈ ഡാം ഒരു സൂചനയും തരാതെ പെട്ടെന്ന് പൊട്ടിത്തകരുകയായിരുന്നു. ഇതുമൂലം 413 ക്യൂബിക് അടി വെള്ളവും ചളിയുമാണ് ഇതിലൂടെ ഒഴുകി വന്നത്. പലയിടത്തും 50 അടി താഴ്ചയിൽ വരെ ഇത് അടിഞ്ഞുകൂടിയിരുന്നു. ഈ ഡാമിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് വാലി എന്ന മൈനിങ് കമ്പനി തന്നെയായിരുന്നു. 300ഓളം പേരെയാണ് ഈ ദുരന്തത്തിൽ കാണാതായത്. ഖനിയോട് ചേർന്ന് കിടക്കുന്ന ഡാമായതിനാൽ ഖനിയുടെ അവശിഷ്ടങ്ങളോട് കൂടി ഒഴുകിയെത്തിയ ജലം ബ്രൂമഡിനോ നഗരത്തെ മൊത്തമായി ഇല്ലാതാക്കി. ടെക്സാസ് 2019 മെയ് 14 ടെക്സാസിലുള്ള ലേക്ക് ഡൺലോപ്പ് നദിക്ക് കുറുകെയുള്ള ഡാമാണിത്. ഈ ഡാമിന്റെ നടുവിലുള്ള സ്പിൽവേ പെട്ടെന്ന് പൊട്ടിത്തകരുകയായിരുന്നു. 11,000 ക്യൂബിക് അടി വെള്ളമാണ് ഈ ഡാം പൊട്ടി അതിന് താഴെയുള്ള നദിയിലേക്ക് ഒഴുകിയത്. ആ ദിവസം വൈകുന്നേരമായതോടെ ഈ ഡൺലോപ്പ് നദിയിലെ വെള്ളം 10 അടിയായി താഴ്ന്ന് മരങ്ങളുടെ വേരുകളെല്ലാം കാണാൻ സാധിക്കുന്ന തരത്തിലായി. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വ്യക്തമായ എക്സ്പ്ലനേഷൻ അവർ ഇതുവരെ കൊടുത്തിട്ടില്ല. നദിയിൽ നിന്നുള്ള ഒഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സ്പിൽവേ നിർമ്മിക്കുന്നത്. ഇതിന് 91 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. അതിനാലാകാം ഇത് തകർന്നതെന്നാണ് കരുതപ്പെടുന്നത്. 50 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള അനേകം ഡാമുകൾ ഇനിയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ 20% ഡാമുകളും ഒരു എമർജൻസി പ്ലാനിങ്ങും യാതൊരു തരത്തിലും ഇല്ല എന്നത് അവിടെയുള്ള ആളുകളെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. കാലിഫോർണിയ 770.5 ക്യൂബിക് അടി നീളമുള്ള കാലിഫോർണിയയിലെ ഓവറിലോ ഡാം ലോകത്തിലെ തന്നെ ഉയരം കൂടിയ ഡാമുകളിൽ ഒന്നാണ്. ഈ ഡാമിലെ വെള്ളം ഒഴുകുന്നതിനായി 300 ക്യൂബിക് അടി നീളവും 179 ക്യൂബിക് അടി വീതിയുമുള്ള ഒരു വലിയ സർവീസ് പില്ലർ നിർമ്മിച്ചിരുന്നു. 2017 ഫെബ്രുവരിയിൽ വെള്ളം കുതിച്ചൊഴുകുന്നതിന്റെ ഇടയ്ക്കായിരുന്നു സ്പിൽവേയുടെ ചെറിയ ഭാഗം തകർന്നു പോയതായി കാണുന്നത്. നോക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അതൊരു ചെറുതായിരുന്നില്ല. ഇങ്ങനെ തകർന്നതിനാൽ വെള്ളം ദിശ മാറി ഒഴുകുവാൻ തുടങ്ങി. ഇതേ തുടർന്ന് സൈഡിലുള്ള എമർജൻസി സ്പിൽവേ തുറക്കേണ്ടി വന്നു. എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല. ഒരു നിയന്ത്രണവുമില്ലാതെ വെള്ളം പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങി. ഇതേ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ 100,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. എഞ്ചിനീയറിംഗിലുണ്ടായ പാകപ്പിഴകളും സുരക്ഷാ മാനദണ്ഡങ്ങളുടെ കുറവും ചേർന്നാണ് ഇത്തരമൊരു ദുരന്തമുണ്ടായത്. റിപ്പയറിംഗും നഷ്ടപരിഹാരവും ഒക്കെയായി $1 മില്യൺ ഇതിനു വേണ്ടി ചെലവാക്കിയത്. അതായത് ഒരു പുതിയ ഡാം നിർമ്മിക്കുവാൻ കഴിയുന്നത്ര പണം. കൊളംബിയ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള ഡാമിന്റെ അവസാന പിടിവള്ളിയാണ് ഔട്ട്ലെറ്റ് പൈപ്പുകൾ. അത് തുറന്നാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ വലിയ വാൽവുകൾ ഒരു ടാപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഭിത്തിയുടെ പുറകിലുള്ള ഒരുപാട് വെള്ളത്തിന്റെ പ്രഷർ കുറയ്ക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൊളംബിയയിലെ ഇട്ടാങ്കോ ഡാമിന് ഈ വാൽവുകൾ ഉണ്ടായിരുന്നില്ല. 238 അടി ഉയരത്തിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഡാമിന് പ്രശ്നങ്ങൾ തുടക്കത്തിലേ ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. നദിയിൽ നിന്നും ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരാനായി 3 തുരങ്കങ്ങൾ നിർമ്മിച്ചിരുന്നു. അതിലൊന്ന് മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ മണ്ണിടിച്ചിൽ കാരണം അതും അടഞ്ഞു പോയതിനാൽ ഡാമിലേക്കുള്ള വെള്ളം ഉയരാൻ തുടങ്ങി. വേറെ വഴിയൊന്നും കാണാതെ വന്നപ്പോൾ എഞ്ചിനീയർമാർ പണി നടന്നുകൊണ്ടിരിക്കുന്ന മെഷീൻ ഹൗസിലൂടെ വെള്ളം കടത്തിവിടാൻ ശ്രമിച്ചു. എന്നാൽ അവരാരും പ്രതീക്ഷിക്കാത്ത അളവിലായിരുന്നു വെള്ളത്തിന്റെ ഒഴുക്ക്. നേരത്തെ അടഞ്ഞിരുന്ന ഹോളിലൂടെ വെള്ളവും ചളിയും പുറത്തേക്ക് തന്നെ വഴി തുറന്നു വരാൻ തുടങ്ങി. അങ്ങനെ വെള്ളം പോയ വഴിയിലുണ്ടായിരുന്ന പാലങ്ങളും വീടുകളും ബിൽഡിങ്ങുകളെല്ലാം തകർന്നു. 25,000 ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. മിഷിഗൺ 2020 മിഷിഗൺ സ്റ്റേറ്റിലുള്ളവർ 2 ഡാം തകർച്ചയാണ് നേരിട്ടത്. മെയ് 19 റെക്കോർഡ് മഴ നിർത്താതെ പെയ്തതിനാൽ ഇഡൻ വെലി എന്ന ഡാമിന്റെ ഒരു സെക്ഷൻ തകർന്നു. 83 മില്യൺ ലിറ്റർ വെള്ളമാണ് ഇതിലൂടെ ഒഴുകിപ്പോയത്. ഇങ്ങനെ ഒഴുകിയ വെള്ളം നദിയിലൂടെ ഒഴുകി അവിടെ ഉണ്ടായിരുന്ന സൺഫർ ഡാമിലേക്ക് ഒഴുകിയെത്തി. 3 നില കെട്ടിടത്തിന്റെ ഉയരത്തിലുണ്ടായിരുന്ന ഈ സൺഫർ ഡാമിന് ഇത്രയും വെള്ളം താങ്ങാനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. 1000-ഓളം ആളുകളെയാണ് ഇതേ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ചത്. മാത്രമല്ല 150-ഓളം ബിൽഡിങ്ങുകൾ തകരുകയും ചെയ്തു. 2018 ഒരു റിപ്പോർട്ട് പ്രകാരം ഡാം നോക്കി നടത്തിയിരുന്ന കമ്പനി കൊള്ളലാഭത്തിന് വേണ്ടി ഡാമിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ പുതുക്കിയിരുന്നില്ല എന്ന് കണ്ടെത്തി. ഇതിന്റെ ഭാഗമായി ആ കമ്പനിക്ക് $175 മില്യൺ നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. ലിബിയ കിഴക്കൻ ലിബിയയിൽ 100,000-ഓളം ആളുകൾ താമസിക്കുന്ന നഗരമാണ് ഡെർന. ഈ നഗരത്തിന് നടുവിലായാണ് വാദി ഡെർന എന്ന നദി ഒഴുകുന്നത്. മലനിരകളിൽ നിന്ന് തുടങ്ങി മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുന്ന ഈ നദിക്ക് കുറുകെയാണ് 2 ഡാമുകൾ ഉണ്ടായിരുന്നത്. 1970 പണിത അപ്പർ വാദി ഡെർന ഡാമും ലോവർ വാദി ഡെർന ഡാമും. 2023 ഡാനിയൽ കൊടുങ്കാറ്റിനെ തുടർന്ന് സെപ്റ്റംബർ 10 ലിബിയയിൽ അതിശക്തമായ മഴ പെയ്തു. ഈ കനത്ത മഴ പ്രളയമായതോടെ വാദി ഡെർന നദിയിലെ വെള്ളം പൊങ്ങി.
ഈ വെള്ളമൊന്നും താങ്ങാനാകാതെ അപ്പർ ഡാം തകരുകയും പിന്നീട് ലോവർ ഡാം തകരുകയുമാണ് ഉണ്ടായത്. ഇങ്ങനെ കടല് പോലെ ജലം കുത്തിയൊഴുകിയപ്പോൾ നഗരത്തിലെ പകുതിയോളം ജനങ്ങളെ ഈ വെള്ളം എടുത്തു കൊണ്ടുപോയി. നഗരത്തിന് ചുറ്റുമുണ്ടായിരുന്ന ചില ഗ്രാമങ്ങളും കുടുംബങ്ങളെയും ഇത് ഒന്നാകെ വിഴുങ്ങി. റോഡുകളും പാലങ്ങളും തകർന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ഓരോ മണിക്കൂറിലും 1000-ഓളം മൃതദേഹങ്ങളാണ് കുന്നുകൂടിയിരുന്നത്. 20,000-ഓളം ആളുകളാണ് മരണപ്പെട്ടത്. 10,000-ഓളം ആളുകളെ കാണാതാവുകയും ചെയ്തു. ഈ മഹാദുരന്തത്തിന് കാരണമെന്ന് പറയുന്നത് 20 വർഷമായി ഈ 2 ഡാമുകളിലും യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ പുതുക്കിയിരുന്നില്ല എന്നതാണ്.